ആ ഭഗവാന്റെ ജന്മദിനം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഷ്ടമി രോഹിണി നമ്മൾ ആചരിക്കുന്ന സമയത്ത് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് വീട്ടിൽ പോയിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന പശുക്കുട്ടികളെ ഭഗവാൻ കെട്ടഴിച്ചു വിടുത്തേ. ബ്രഹ്മനും ഇന്ദ്രനും പോലും ലഭിക്കണമെന്ന് ആഗ്രഹിച്ച ആ ഭഗവാനെ ഒരു ഒരലിൽ കെട്ടിയിടാൻ സാധിച്ച ആളാണ്. യശോദാമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഭഗവാൻ എന്തൊക്കെയോ ഒച്ചകളൊക്കെ ഉണ്ടാക്കി. 126 വർഷമാണ് ഭഗവാന്റെ ആയുസ്സായിട്ട് കണക്കാക്കുന്നത്. ആ 126 വർഷം ഭഗവാൻ പ്രണയം എന്ന് പറയുമ്പോൾ ആളുകൾ ഓർമ്മിക്കുന്നത് കൃഷ്ണന്റെയും രാധയുടെയും പ്രണയത്തോടൊപ്പം. പക്ഷെ ഈ കൃഷ്ണൻ എന്തുകൊണ്ട് രാധയെ ഉപേക്ഷിച്ചു എന്നുള്ള ചോദ്യം. രാധ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ രാധ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ല. ഭഗവാന്റെ സ്വർഗാരോഹണ രംഗമുണ്ട്. എന്നാൽ ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകും. ഈ അമ്പ് കൊണ്ട് കിടക്കുന്ന സമയത്ത് ഈ 2 കാൽപാദങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാൽപാദമായിട്ട് മാത്രം മാറി. പക്ഷെ ആ കാൽപാദത്തിന്റെ ആഴം കൂടി ഇത്ര എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ ഓടക്കുഴൽ വായിച്ച് പൈക്കളെ മേയിച്ച് സ്ത്രീകളുടെ വസ്ത്രം കെട്ടി നടന്ന് അങ്ങനെ ഒരു ഭഗവാനെ അല്ല യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്നുള്ളത്. ഭഗവാനെ കൂടുതൽ അറിയാൻ നമുക്ക് മനസ്സിലാവും. അവർ വരുന്ന സമയത്ത് ലോകത്തുള്ള ആകെ മധുരാവാസികൾ മുഴുവൻ ഉറക്കെ അവരെ കളിയാക്കി വിളിക്കുന്നത് കൂഞ്ഞു വരുന്നുണ്ടേ എന്നാണ്. ഭഗവാൻ അവരെ നോക്കിയിട്ട് വിളിക്കുന്നത് സുന്ദരി നിന്റെ കയ്യിലുള്ള കളഭം എനിക്ക് തരുമെന്നാണ് ചോദിക്കുന്നത്. നമസ്തേ. അഷ്ടമിരോഹിണി ദിനമായ ഇന്ന് ഞാനുള്ളത് പാലക്കാട് മണ്ണാർക്കാട് ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഗുരുവായൂരിൽ ഒരു തവണ പോകുന്നതിന് പകരം 2 തവണ ഇവിടെ വന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ചാൽ മതി എന്നാണ് വിശ്വാസം. എന്നോടൊപ്പമുള്ളത് മറ്റൊരു മണ്ണാർക്കാടുകാരനാണ്. അബാക് മീഡിയയുടെ പ്രേക്ഷകർക്കതല്ല, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യാസനാണ്. വ്യാസൻ നമസ്തേ. നമസ്തേ. വ്യാസന്റെ സ്വദേശമാണ്, സ്വന്തം ക്ഷേത്രമാണ്. ഉറപ്പായിട്ടും വ്യാസന്റെ ചാനലായ ആനയും അമ്പലവും ആരംഭിച്ചത് ഇവിടെ നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആനയും അമ്പലവും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ചാനലല്ല അത്, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ശ്രീജിത്ത് എന്നെ ആദ്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ നിർത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ്. എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത? ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇപ്പൊ നേരത്തെ രോജി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ മണ്ണാർക്കാട്ടുകാർക്കൊക്കെ ഗുരുവായൂർ എന്ന് പറയുന്നത് ഈ ക്ഷേത്രമാണ്. ഗുരുവായൂർ പാതി ഗോവിന്ദപുരത്ത് എന്നൊരു പ്രസിദ്ധമായിട്ടുള്ള പഴഞ്ചൊല്ല് തന്നെയുണ്ട്. അതായത് ഗുരുവായൂരുള്ള ചൈതന്യത്തിന്റെ ഒരു പകുതി, അല്ലെങ്കിൽ ഇവിടെ 2 തവണ വന്നു കഴിഞ്ഞാൽ ഒരു തവണ ഗുരുവായൂർ പോയതിന്റെ ഫലം കിട്ടുന്നതാണ്. 2 ഇപ്പം ഏതെങ്കിലുമൊക്കെ വഴിപാടുകൾ ഗുരുവായൂർ നേർന്നിട്ട് അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ചെയ്തു കഴിഞ്ഞാലും ഗുരുവായൂർ ചെയ്ത അതേ ഫലം കിട്ടും എന്നാണ്. പിന്നെ മുഴുവൻ ഗുരുവായൂർ രീതിയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. എന്തുകൊണ്ട് വ്യാസൻ ശ്രീകൃഷ്ണനെയും ഗുരുവായൂരപ്പനെയും മുറുകെ പിടിക്കുന്നു എന്നുള്ളതിന്റെ പ്രധാന കാരണം ഗോവിന്ദപുരം പാർത്ഥസാരഥി. ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ കഥകൾ പറയാനുള്ളൊരു കഴിവ് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നടക്കുന്ന സത്സംഗങ്ങളിൽ നിന്നൊക്കെ പല ആചാര്യന്മാരും പറഞ്ഞു കേൾക്കുന്ന കഥകളാണ് നമ്മളിപ്പോൾ പോയിട്ട് പുറത്ത് ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ളൊരു അടിത്തറ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ക്ഷേത്രങ്ങളിലൊന്നാണ് ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ കുറേ ഉണ്ട്, നമുക്ക് തുടർന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും. മാത്രമല്ല ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് ശ്രീകൃഷ്ണ ജയന്തി അന്ന് വ്യാസനാണ് ഇവിടുത്തെ ആധ്യാത്മിക പ്രഭാഷണം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമായിട്ട് കാണുന്നു. ഞാൻ ഓൾറെഡി ഇവിടെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ഏകാദശിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം, 10 ദിവസത്തെ ഉത്സവം. അതിലൊരു ദിവസം എൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അത് അഷ്ടമിരോഹിണിക്കാക്കി. വളരെ സന്തോഷം. ഇവിടുന്ന് കഴിഞ്ഞാൽ നേരെ ഗുരുവായൂർക്ക് ഇവിടുന്ന് നേരെ പോവാം. ഇവിടുത്തെ മറ്റ് പ്രത്യേകതകൾ പ്രതിഷ്ഠയുടേതായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ? ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെ പാർത്ഥസാരഥി രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഇപ്പോൾ ഗുരുവായൂർ നമ്മൾ നോക്കുകയാണെങ്കിൽ ചതുർബാഹു ആയിട്ടുള്ള പ്രതിഷ്ഠയാണല്ലോ, 4 കൈകളുള്ള വിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് അവിടെ പൂജിക്കുന്നത്, കൃഷ്ണൻ എന്നുള്ള സങ്കല്പത്തിൽ. ഇവിടെ കൃഷ്ണന്റെ തന്നെ പാർത്ഥസാരഥി ഭാവം, അതായത് ഒരു കൈയിൽ പാഞ്ചജന്യം ശംഖ്, ഒരു കയ്യിൽ ചമ്മട്ടി, അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത ഞങ്ങൾ ആദ്യം ഈ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിതേ ഈ ക്ഷേത്രത്തിനകത്ത് ഒരേ ശ്രീകോവിലിനകത്ത് ഇപ്പം ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ പ്രധാന പ്രതിഷ്ഠയും ഒപ്പം തൊട്ട് സമീപത്തായിട്ട് തന്നെ മഹാദേവന്റെ പ്രതിഷ്ഠയും കാണാൻ പറ്റും. അതായത് ഒരു ശ്രീകോവിലിനകത്ത് ശിവനും വിഷ്ണുവും ഒരേപോലെ പ്രാധാന്യം ചെയ്തുകൊണ്ട് ആ ചൈതന്യമുള്ള ഒരു ക്ഷേത്രം വേറെ കേരളത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളൊരു ക്ഷേത്രമാണ് ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രം. ശരി. അപ്പം ചെറുപ്പം മുതലേ ഈ അഷ്ടമിരോഹിണി വീടിനടുത്താണ് ശ്രീകൃഷ്ണ ക്ഷേത്രം ഉള്ളത്. അതെ. അപ്പം അഷ്ടമിരോഹിണി ഓർമ്മകൾ എന്തൊക്കെയാണ്? വളരെ ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കുന്ന ഒന്നാണ് അഷ്ടമിരോഹിണി. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മണ്ണാർക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ വളരെയധികം കുറവാണ്. മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രം എനിക്ക് തോന്നി താലൂക്കിൽ തന്നെ വളരെ കുറവാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അഷ്ടമിരോഹിണി, ഒന്ന് ഗുരുവായൂർ ഏകാദശി. ഏകാദശിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. ഇവിടെ എന്താ പറയുക, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ വരും. ലക്ഷക്കണക്കിനില്ലെങ്കിൽ പോലും 10,000-കണക്കിന് ആൾക്കാർ വരുന്ന ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. അപ്പോൾ അന്നേ ദിവസവും അഷ്ടമിരോഹിണിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷാവസരങ്ങൾ. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ വാഗച്ചാർത്ത് അല്ലേ, ഇപ്പോൾ ഇവിടെ അഷ്ടമിരോഹിണി ദിവസം വാഗച്ചാർത്ത് ഉണ്ട്. ഇവിടെ വന്ന് നമുക്കിപ്പോൾ ഗുരുവായൂർ പോയിട്ട് ഇപ്പോൾ 3-3:30
തൊഴണ അതേ വകച്ചാർത്ത് ഇവിടെ വന്ന് നമുക്ക് വളരെ ഗംഭീരമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ വകച്ചാർത്ത് കാണാനുള്ള ഒരു കാര്യം. അപ്പോൾ ഗുരുവായൂർ നടക്കുന്ന പല ചടങ്ങുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഉത്സവബലി ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ പോകും. അഷ്ടമിരോഹിണി ഉത്സവമായി തന്നെ കൊണ്ടാണ് വളരെയധികം. ഇപ്പോൾ രാത്രി ഇവിടെ 12 മണിക്ക് അവതാര പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജയുണ്ട് അഷ്ടമിരോഹിണി ദിവസം രാത്രി. അത് വളരെ സ്പെഷ്യലായിട്ട് ഭഗവാൻ അപ്പമൊക്കെ നേദിക്കുന്ന ഒരു സമയമാണ്. അതിനു വേണ്ടി കുറേ ആൾക്കാർ ആ സമയത്ത് തൊഴുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ അതിനുവേണ്ടി കുറേ ആളുകൾ ഇവിടെ വരാറുണ്ട്. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാറുണ്ട്. ഞങ്ങൾക്കൊക്കെ ശ്രീകൃഷ്ണയിൽ എന്ന് പറയുമ്പോൾ ബാലഗോകുലത്തിന്റെ ശോഭായാത്രയും ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ നാട്ടിൽ ക്ഷേത്രത്തിൽ വ്യാസഞ്ചി എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും പറയാം അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രമല്ല, ശ്രീകൃഷ്ണ ക്ഷേത്രം ഉള്ളത് തൊട്ടപ്പുറത്ത് വില്ലൂർ എന്ന് പറയുന്ന സ്ഥലം. എങ്കിലും ഞങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് ശോഭായാത്രയും വൈകിട്ടുള്ള റേഡിയും അങ്ങനെയൊക്കെയുള്ള പരിപാടി, അത്തരം പരിപാടികളൊക്കെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നു. ഇവിടെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. രാവിലെ ഉള്ള പൂജകൾ, ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രസാദൂട്ട്, ഭഗവാന്റെ പിറന്നാൾ സദ്യ എന്നുള്ള രീതിയിൽ വളരെ ഗംഭീരമായിട്ട് എത്രയോ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരം ഇപ്പോൾ തായമ്പക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കലാരൂപം, രാത്രി അവതാര പൂജ, അങ്ങനെയാണ് സാധാരണ ക്ഷേത്രത്തിൽ നടക്കുന്നത്. പുറത്ത് മറ്റാഘോഷങ്ങൾ നിരവധിയായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. ഓക്കെ, അഷ്ടമിരോഹിണിയുടെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും വ്യാസൻ അഷ്ടമിരോഹിണിയുടെ കഥ പറയുന്നതിന് ഒരു പ്രത്യേക സുഖം ഉണ്ടാവും. അത് വ്യാസനിൽ നിന്ന് കേൾക്കാനാണ് ഞങ്ങൾ ഇത്രയും ദൂരം ഓടി ഇവിടെ എത്തിയത്. അല്ല, അഷ്ടമിരോഹിണിയുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വേറൊരു വേഷൻ, ഇതുവരെ പറയാത്തൊരു വേഷൻ പറയാം. അപ്പോൾ നോക്കൂ, അതിനകത്ത് ഇപ്പോൾ അഷ്ടമിരോഹിണി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാണ് കൂടുതൽ പ്രാധാന്യം. നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ജന്മാഷ്ടമിയാണ് കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 14 തീയതി ആയിരുന്നു. നമ്മുടെ കേരളീയ അല്ലെങ്കിൽ മലയാള പാരമ്പര്യത്തിൽ തിഥിക്കും അതുപോലെ തന്നെ നക്ഷത്രത്തിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രം കൂടെ വരുന്ന സമയമാണ് നമ്മൾ എടുക്കാറുള്ളത്. അവിടെ അവർ അഷ്ടമി തിഥിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് അഷ്ടമി രോഹിണി അവിടെ, ഇവിടെ അവിടെ ജന്മാഷ്ടമിയും ഇവിടെ അഷ്ടമി രോഹിണിയായിട്ട് മാറി. നമുക്കിവിടെ അഷ്ടമി രോഹിണിയാണ്. അപ്പം അതിൽ തന്നെ ഭഗവാന്റെ അവതാരം ഉണ്ടായ ദിവസം എന്നാണല്ലോ കണക്കാക്കുന്നത്. അതിൽ തന്നെ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരം, 10 അവതാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ ജനിച്ച് ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ട് മാറാൻ സാധിക്കുക എന്ന് ഒരു എക്സാമ്പിൾ ജീവിച്ച് കാണിച്ചു തന്ന ഒരാളാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. ആ ഭഗവാന്റെ ജന്മദിനം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഷ്ടമിരോഹിണി നമ്മൾ ആചരിക്കുന്ന സമയത്ത് നമുക്കും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് ഒരിക്കൽ കൂടി ഓർക്കാനുള്ള ഒരു സമയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമിരോഹിണി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത് ഇപ്പോൾ ഭാഗവതം കഥ പറയുന്ന സമയത്ത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കൃഷ്ണാവതാരം കഥ അദ്ദേഹം വളരെ ചുരുക്കി വളരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു നിർത്തും. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഈ കഥകളായിരുന്നു. കാരണം എന്നെ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ച് എൻ്റെ ഈ ഒരു ജീവൻ നിലനിർത്തുന്നത് ഭഗവാനാണ്. ആ ഭഗവാന്റെ കഥകൾ അങ്ങ് ഇത്ര ചെറുതായിട്ട് പറഞ്ഞു പോയല്ലോ, അങ്ങ് എനിക്കത് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറയുക ചെയ്യുക. കാരണം അന്ന് അദ്ദേഹം തൊട്ടിട്ട് ഇന്നുള്ള ഏറ്റവും ചെറിയ കുട്ടി വരെ കൃഷ്ണകഥകൾ കേൾക്കാൻ അത്രയധികം താല്പര്യപ്പെടുന്നുണ്ട്. ബാക്കി ഏത് കഥകൾ കേൾക്കുന്നത് ഇപ്പോൾ പല സമയത്ത് ഇപ്പോൾ സപ്താഹത്തിനൊക്കെ നരസിംഹാവതാരമൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പേടിയാണ് ഈ പന്തവും അല്ലെങ്കിൽ സിംഹത്തിൻ്റെ അലർച്ചയൊക്കെ. പക്ഷേ കൃഷ്ണാവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ ഭഗവാൻ തന്നെ ഇപ്പോഴും ഈ മേൽപ്പത്തൂരാണെങ്കിലും അല്ലെങ്കിൽ ഭഗവാന്റെ പ്രധാനപ്പെട്ട ഭക്തർ എല്ലാവരിലും അതിൽ ഏറ്റവും വിശേഷമായിട്ട് പറയേണ്ട ഒരാളാണ് ആഞ്ഞം മാധവൻ നമ്പൂതിരി. അദ്ദേഹം ഭഗവാനെ വിളിച്ചിട്ടുണ്ടായിരുന്ന പേര് സച്ചിദാനന്ദ കട്ട എന്നാണ് വിളിക്കുക. വെച്ചാൽ ആനന്ദം മാത്രമാണ് ഭഗവാനിലുള്ളൂ, വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഈ ഹാപ്പിനെസ് ഇങ്ങനെ മോൾഡ് ചെയ്ത് ഒരു ബോളാക്കിയാൽ അത് കൃഷ്ണാവെന്നാണ് പറയുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷം കൊടുക്കാനായിട്ട് അവതരിച്ച ഒരു അവതാരമാണ് സത്യം പറഞ്ഞാൽ കൃഷ്ണാവതാരം. അതിൽ തന്നെ നോക്കൂ, ഇപ്പോൾ ഭഗവാന്റെ അവതാരം ഉണ്ടാവുന്ന സമയത്ത് ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ജനിക്കുന്നത്. അതിനു മുമ്പ് ഭഗവാന്റെ ഏട്ടന്മാരൊക്കെ ബലഭദ്രസ്വാമി ഒഴികെ ബാക്കി എല്ലാ ഏട്ടന്മാരെയും കംസൻ വധിക്കുന്നു. അച്ഛനും അമ്മയും തടവറയിലാണ്. അതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഈ ഭഗവാന്റെ അവതാരം ഉണ്ടാവുന്ന സമയത്ത് ഭഗവാൻ അവതരിച്ച് ഈ അഷ്ടമി രോഹിണി ദിവസം ഭഗവാന്റെ അവതാരം ഉണ്ടാവുന്ന സമയത്ത് ഭഗവാനെ ഈ കംസന്റെ കാരാഗൃഹത്തിൽ നിന്ന് യശോദയുടെ അല്ലെങ്കിൽ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വസുദേവർ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വസുദേവരുടെ കയ്യിലുള്ള ചങ്ങലകളൊക്കെ അഴിഞ്ഞു വീഴുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് സിംബോളിക്കായിട്ട് കിടക്കാം. ഭഗവാൻ എപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു ആ സമയത്ത് തൊട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ബന്ധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അഴിഞ്ഞു പോകുന്നതാണ് പറയുന്നത്. അത് ഭഗവാൻ തുടക്കം മുതൽ കാണിച്ചു. പിന്നെ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഭഗവാൻ ആദ്യം ചെയ്ത ലീല എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ അപ്പുറത്തെ ഇപ്പുറത്തേക്ക് വീട്ടിൽ പോയിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന പശുക്കുട്ടികളെ ഭഗവാൻ കെട്ടഴിച്ച് വിടുത്തേ. അപ്പോൾ ഈ കുട്ടികൾ പോയിട്ട് ഈ പാല് കുടിക്കുമല്ലോ, ഈ പശുക്കളുടെ പാല് ഗംഭീരമായിട്ട് കുടിക്കും. അപ്പോൾ ഈ ഗോപസ്ത്രീകൾക്കൊന്നും പിന്നെ പോയിട്ട് കറക്കുന്ന സമയത്ത് പാല് കിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ പരാതി പറയാനായിട്ട് യശോദരത്തേക്ക് വരും. യശോദാമ്മ അങ്ങനെ പറയാൻ പാടുള്ളൂ, യശോദ പോലും പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ യശോദാമ്മയുടെ അടുത്ത് ഒന്ന് സംസാരിക്കുന്ന സമയത്ത് ഭഗവാൻ എന്തൊക്കെയോ ഒച്ചകളൊക്കെ ഉണ്ടാക്കി ഈ പരാതി പറയുന്നത് കേട്ടോ. കുട്ടിയാണ്, കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ പറയുന്നത് പല ആചാര്യന്മാരും വ്യാഖ്യാനിക്കാറുണ്ട്. ഭഗവാൻ പറയുന്നത് ഈ ഒച്ച ഉണ്ടാക്കിയിട്ട് പറയുന്നത് 2 വയസ്സായ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒച്ച ഉണ്ടാക്കുന്നത് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഈ അവതാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എല്ലാവരെയും കെട്ടഴിച്ചു വിടലാണ്
എൻ്റെ ജോലി. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ഇവിടെ തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നോക്കൂ, എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ സന്തോഷം മാത്രം കൊടുത്ത് കടന്നുപോയ 126 വർഷമാണ് ഭഗവാന്റെ ആയുസ്സായിട്ട് കണക്കാക്കുന്നത്. ആ 126 വർഷം ഭഗവാൻ എന്തൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ആയിരുന്നില്ല എന്ന് പറയാൻ നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല. ഭഗവാൻ നല്ലൊരു ഗായകനായിരുന്നു, ഒരു മ്യൂസിഷ്യനായിരുന്നു, നല്ലൊരു ഡാൻസറായിരുന്നു. 64 ദിവസം കൊണ്ടാണ് സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ നിന്ന് ഭഗവാൻ 64 കലകളും അഭ്യസിക്കുന്നത്. ഒരു ദിവസം ഒരു കല വെച്ചിട്ട് 64 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു കോഴ്സ്. അപ്പോൾ ഒരു ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിട്ട് ഗീത പകർന്നു കൊടുക്കുന്നു, നിരവധിയായിട്ടുള്ള സ്ത്രീകളെ മോചിപ്പിക്കുന്നു. എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്യാത്തതല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഭഗവാന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടുമ്പോൾ ആ ഭഗവാൻ പറഞ്ഞു തന്ന തത്വങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് അഷ്ടമി രോഹിണിയെ കാണുന്നത് മാത്രം. ഈ ശ്രീകൃഷ്ണ കഥകളിൽ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന പലതുണ്ട്. ഇപ്പം 1008 കാമുകിമാർ, അല്ലെങ്കിൽ രാധ, അവരുടെ പ്രണയം, ഏറ്റവും കൂടുതൽ പ്രണയം എന്ന് പറയുമ്പോൾ ആളുകൾ ഓർമ്മിക്കുന്നത് കൃഷ്ണൻ്റെയും രാധയുടെയും പ്രണയത്തോടൊപ്പമാണ്. പക്ഷേ ആ രാധയെ പിന്നീട് ഒപ്പം കൂട്ടിയില്ല, വിവാഹം കഴിച്ചില്ല. വിവാഹം കഴിച്ചത് മറ്റൊരാളെയാണ്. ഓക്കെ, ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ആളുകൾക്ക്? ഞാനിത് ചോദിക്കുന്ന ആൾക്കാരോട് പറയാറുണ്ട് രോഹിത്ജി, അതായത് ഈ കൃഷ്ണൻ എന്തുകൊണ്ട് രാധയെ ഉപേക്ഷിച്ചു എന്നാണല്ലോ ചോദ്യം. അത് നല്ലൊരു ന്യായമായ ചോദ്യമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ മാനുഷിക തലത്തിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. പക്ഷെ അതേ മാനുഷിക തലത്തിൽ ചോദിക്കാൻ പറ്റിയ മറ്റൊരു ചോദ്യമുണ്ട്. അത് അഷ്ടമി രോഹിണിയുടെ സമയത്ത് വളരെയധികം പ്രസിദ്ധമാണ് ആ ചോദ്യം. എങ്ങനെ ഭഗവാന് യശോദയെ വിട്ട് പോകാൻ സാധിച്ചു അല്ലേ? ഭഗവാന്റെ അമ്മയാണ്. ഭഗവാന്റെ ആ അമ്മയെ പോലെ ഒരു അമ്മ വേറെ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ഈ ലോകത്ത്? പിന്നെ എത്രയൊക്കെ ഒരു അമ്മയുടെ മോഡൽ എന്ന് പറയുന്നത് യശോദയാണ്. പാട്ടടക്കണ്ട്, എന്ത് തപമാണ് ചെയ്തത് യശോദ എന്ന് ചോദിക്കുന്നത്. ഭഗവാനെ ഈ ബ്രഹ്മനും ഇന്ദ്രനും പോലും ലഭിക്കണമെന്ന് ആഗ്രഹിച്ച ആ ഭഗവാനെ ഒരു ഒരലിൽ കെട്ടിയിടാൻ സാധിച്ച ആളാണ് യശോദ എന്ന് പറയുന്നത്. എങ്ങനെ ഒരു കുട്ടിയെ സ്നേഹിക്കണോ അതിൻ്റെ അൾട്ടിമേറ്റ് ഇൻഫിനിറ്റി ലെവലിൽ സ്നേഹിച്ച ആളാണ് യശോദ. അങ്ങനെ ഒരു യശോദയെ ഭഗവാൻ എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് പിരിഞ്ഞ് മധുരയ്ക്ക് പോകാൻ സാധിച്ചത്? ആ ഭഗവാന്റെ വിഷമം നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ആ കോണ്ടെക്സ്റ്റ് മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ എപ്പോഴും ഈ രാധ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാത്രം വരുന്നത്. അപ്പോൾ ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് ധർമ്മ സംസ്ഥാപനമാണ്. നോക്കൂ, തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള സന്ദർഭങ്ങളെ പോലും ലോകോപകാരത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആളാണ് ഭഗവാൻ. അതിനുവേണ്ടി ഭഗവാൻ നിരവധിയായിട്ടുള്ള ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ അഷ്ടമി രോഹിണി പറയുമ്പോൾ തന്നെ ഭഗവാന്റെ സ്വർഗാരോഹണ രംഗമുണ്ട്. എന്നുവെച്ചാൽ ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകും ഈ അമ്പ് കൊണ്ട് കിടക്കുന്ന സമയം. ആ സമയത്ത് ഭഗവാൻ തൻ്റെ ഈ ഒരു 125 വർഷം താൻ ജീവിച്ച ജീവിതം ഒരു തിരശ്ശീലയിൽ എന്ന പോലെ ഭഗവാൻ ഇങ്ങനെ കാണും. കൃഷ്ണാട്ടത്തിലൊക്കെ അത് കാണിക്കും ഗുരുവായൂർ. എന്തൊക്കെ തൻ്റെ ജീവിതത്തിലൂടെ ഈ ഒരു 125 വർഷം കടന്നുപോയി. അതിൽ ഭഗവാൻ ചെയ്യാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അല്ലേ? അവിടെയൊക്കെ ഈ രാധ അല്ലെങ്കിൽ യശോദ എന്നൊക്കെ പറയുന്ന സിമ്പിൾസ് ഒക്കെ ഭഗവാന്റെ ആ ഒരു യാത്രയിൽ ഭഗവാൻ കടന്നുപോയ ചില ഫേസസ് ആണെന്ന് മാത്രമേ. അത് ഇന്നത്തെ കാലത്തൊരു വലിയ സന്ദേശമല്ല. ചെറിയ കുഞ്ഞു പ്രണയ നൈരാശ്യങ്ങളിലും ബ്രേക്കപ്പിലും ഒക്കെ ജീവിതം തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവർക്ക് അതിന് വലിയൊരു മോട്ടിവേഷൻ കഥ പറഞ്ഞു കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കാണാം. പിന്നെ ഞാൻ പൊതുവിൽ എല്ലായിടത്തും ഇപ്പോൾ പറയാറുണ്ട്, നമ്മൾ ഈ പറയുന്ന ഗോപികമാരുടെ ഭക്തി അല്ലെങ്കിൽ ഗോപികമാർക്ക് കൃഷ്ണനോടുണ്ടായിരുന്ന പ്രേമം അല്ലെങ്കിൽ ഇപ്പോൾ രാധ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ രാധ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ല. ഗർഗഭാഗവത്തിൽ രാധാറാണിയുണ്ട്. ഞാൻ രാധ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ദേവിയാണെങ്കിലും ഭഗവാനാണെങ്കിലും ഇപ്പോൾ നമ്മൾ പാർവതി പരമേശ്വരൻ എന്ന് പറയുകയാണെങ്കിലും ഇതൊക്കെ പ്രകൃതി പുരുഷ ആ ഒരു സങ്കല്പത്തിന്റെ പല ഭാവങ്ങളാണ്. പിന്നെ ഒരിക്കലും രാധയ്ക്ക് കൃഷ്ണനോടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഗോപികമാർക്ക് കൃഷ്ണനോടുണ്ടായിരുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലൗകികമായിട്ടുള്ള ഒരു അഫെയർ അല്ലെങ്കിൽ ലവ് അഫെക്ഷൻ അല്ല എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. നമുക്കിഷ്ടത്തിന് അങ്ങനെ വ്യാഖ്യാനിക്കാം, രസമാണ്, നമുക്ക് ഭഗവാനോടുള്ള ഇഷ്ടം കൂടും. ഞാനും അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അവിടെ മാത്രം നമ്മൾ നിന്നാൽ പോരാ, നമുക്ക് കൂടുതൽ ദൂരം പോകണം. ഞാൻ ചെറിയൊരു സന്ദർഭം പറയാം. ഇപ്പോൾ ഭാഗവതത്തിൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട്, രാസക്രീഡ നടക്കും. ഭഗവാൻ ഈ കുട്ടികളോടൊക്കെ ഒപ്പം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാ സമയത്തെന്ന് പറഞ്ഞ് ഭഗവാൻ നൃത്തം ചെയ്യുന്ന രംഗമാണ്. അപ്പോൾ ഓരോ ഗോപികയ്ക്കും തോന്നി തൻ്റെ കൂടെ ഓരോ കൃഷ്ണൻ ഉണ്ട് എന്നാണ്. പക്ഷെ അപ്പുറത്തെ ഗോപിക നോക്കുന്ന സമയത്ത് കൃഷ്ണൻ തൻ്റെ കൂടെയാണ്, ബാക്കിയുള്ളവരൊക്കെ ഒറ്റയ്ക്ക് കളിയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൃഷ്ണൻ ഉണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞില്ല. അവർ വിചാരിച്ചത് തൻ്റെ കൂടെ മാത്രമാണ് കൃഷ്ണൻ ഉള്ളതാണ്. അവർ അഹങ്കാരം, ഒരു ചെറിയ ബോധം വന്നു, കൃഷ്ണൻ എൻ്റെ മാത്രമാണ്. ഈ സമയത്ത് ഭഗവാൻ അന്തർധാനം ചെയ്യും. വെച്ചാൽ എപ്പോൾ ഭക്തൻ അഹങ്കാരം വന്നു അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഭഗവാൻ ആ ബോധത്തിൽ നിന്ന് മാറി നിന്നു എന്നാണ്. അപ്പോൾ ഭഗവാനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരൊരു പാട്ട് പാടും. വെച്ചാൽ നല്ല ഭംഗിയായിട്ട് പാടും. ഗോപികാഗീതം എന്നാണ് ഭഗവാൻ ദശമസ്കന്ധത്തിലാണ് ആ പാട്ടുള്ളത്. അതിലൊരു വരിയുണ്ട്. ആ വരിയാണ് എനിക്ക് ഞാൻ എല്ലായിടത്തും കൃഷ്ണനും രാധയും തമ്മിലുള്ള ബന്ധം എന്താന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അതിൽ ഗോപികമാരുടെ കൂട്ടത്തിൽ രാധയുണ്ട് കേട്ടോ. അതൊരു രസമായിട്ടുള്ളൊരു കാര്യം, ഭഗവാൻ പെട്ടെന്ന് അന്തർധാനം ചെയ്യുമ്പോൾ ഇവർ തെരഞ്ഞു പോകും എങ്ങടാ കൃഷ്ണൻ പോയെന്ന്. അപ്പം ഭഗവാന്റെ കാൽപാദങ്ങൾ നോക്കിയിട്ട് അവർ പോവുക. അപ്പം കുറച്ച് പാദങ്ങൾ നോക്കുന്ന സമയത്ത് സാധാരണ ഒരു കാൽപാദത്തിനേക്കാൾ താഴ്ന്ന് കാണും. ആദ്യം നോക്കുന്ന സമയത്ത് ഭഗവാന്റെ കാൽപാദം മാത്രമല്ല കാണുക, 2 കാൽപാദങ്ങൾ കാണും, ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ. ഭാഗവതത്തിൽ പറയുന്നില്ല അത് രാധയാണെന്ന്, പക്ഷെ നമ്മൾ ഊഹിക്കുന്നു അത് കൊണ്ടുപോയിരിക്കുന്നത്
രാധയാണ്. കാരണം രാധയ്ക്ക് മാത്രം തോന്നിയില്ല എന്ത് കൃഷ്ണൻ എൻ്റെ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് കാൽപാദങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാൽപാദമായിട്ട് മാത്രം മാറി. പക്ഷെ ആ കാൽപാദത്തിന്റെ ആഴം കൂടി ഇത്ര എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആളെ ലിഫ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ പുറകിലെടുത്തു, അല്ലെങ്കിൽ എടുത്തോണ്ട് നടന്നു. അപ്പോൾ നമ്മുടെ കുറച്ചുകൂടെ ഭാരം കൂടി, അപ്പോൾ പാദം കുറച്ചുകൂടെ താഴത്തോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാനെ കൊണ്ടൊരു വേലക്കാരനെ പോലെ, തന്റെ ദാസനാണ് ഭഗവാൻ, ഞാൻ എന്ത് പറഞ്ഞാലും കൃഷ്ണൻ ചെയ്യും എന്നൊരു ചെറിയ തോന്നൽ രാധയ്ക്ക് പോലും വന്നതാണ്. ആ സമയത്ത് രാധയും ഭഗവാൻ ഉപേക്ഷിച്ചു. അപ്പൊ ഈ രാധയും കൂടി ചേർന്നാണ് ഈ പാട്ട് പാടി മുന്നോട്ട് പോകുന്നത്. അതിൽ പറയുന്ന ആ ഭാഗം ഭാഗവത്തിൽ നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക് എന്നാണ്. എന്ന് വെച്ചാൽ ഗോപികമാര് പാടുകയാണ്, ഭഗവാനെ അങ്ങ് നഖലു ഗോപിക നന്ദനോ ഭവാൻ, അങ്ങ് ഗോപികയുടെ മകനല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതാണ് ഒന്നാമത്തെ ശ്ലോകം. 2 അഖില ദേഹിനാം അന്തരാത്മദൃക്. അത് മനസ്സിലാക്കാൻ വലിയ സംസ്കൃതമൊന്നും പഠിക്കേണ്ട, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവാണ് അങ്ങ് എന്ന് ഞങ്ങൾക്ക് അറിയാമെന്നാണ് ഗോപികമാര് പാടുന്നത്. ഒരു കാമുകനോട് പാടുന്ന പാട്ടല്ലല്ലോ അത്. ആരാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് നല്ല ബോധ്യമുള്ള ആൾക്കാരായിരുന്നു ഗോപികമാർ. ഇന്നത്തെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ വെറും കാമുകിമാർ മാത്രമാക്കി ഭഗവാന്റെ ഒരു കുറച്ച് സമയം ഭഗവാന്റെ ഒരു അഫെയർ ഉണ്ടായിരുന്നതായിട്ട് മാത്രം മാറ്റി ഗോപികമാരെ മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അവഹേളിക്കുന്നത് ഭഗവാനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലെ സാഹചര്യങ്ങൾ എടുത്താലും കൃഷ്ണന്റെ കഥകൾ വെച്ച് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും, ഭൂമിക്കാൻ പറ്റും. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു റീല് കണ്ടതാണ്. ഒരു പയ്യൻ, അത് വിവാഹ ദിവസമാണ്. വിവാഹ മണ്ഡപത്തിൽ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താ, വരന്റെ കാല് തൊട്ട് എഴുതുന്ന വധുവിനെയാണ്. ഈ വധു വരന്റെ കാല് തൊട്ട് എഴുതിയതിനു ശേഷം വരൻ വധുവിന്റെ കാല് തൊട്ട്, മലയാളികളാണ്. അപ്പൊ അതിന്റെ അടിയിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ്, അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. നാണമുണ്ടോടാ നിനക്ക് ഇങ്ങനെ സ്ത്രീകളുടെ കാല് തൊട്ട് തൊഴാൻ എന്ന് പറഞ്ഞിട്ട് തൊട്ട് പുറകെ കാണിക്കുന്ന ക്ലിപ്പ് എന്ന് പറയുന്നത് രാധയുടെ കാലുകൾ എടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വളരെ നിസ്സാരമായി വന്ന ഒരു സോഷ്യൽ മീഡിയ ഒരു വീഡിയോ, അയാളെ ട്രോളിക്കൊണ്ട് വന്നൊരു വീഡിയോയെ പോലും സാധൂകരിക്കാൻ ഭഗവാന്റെ കഥകൾ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കഥയാണ്. ഇത് ചെറുപ്പത്തില് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഭഗവാൻ നമ്മൾ കാണാത്തൊരു ഭഗവാനുണ്ട് കൃഷ്ണൻ. നമ്മൾ ഇന്ന് പറയുന്ന എല്ലാ സോഷ്യൽ ഇൻജസ്റ്റിസിനും എതിരെ സംസാരിച്ചൊരു ഭഗവാനുണ്ട്. നമ്മളെപ്പോഴും പറയുക ഈ ഓടക്കോയിൽ വായിച്ച് പൈക്കളെ മേയിച്ച് സ്ത്രീകളുടെ വസ്ത്രം കെട്ടി നടന്ന് അങ്ങനെ ഒരു ഭഗവാനെ അല്ല യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്നുള്ളത്. ഭഗവാനെ കൂടുതൽ അറിയാൻ നമുക്ക് മനസ്സിലാവും. ഞാൻ പലപ്പോഴും ഉദാഹരണമായിട്ട് പറയാറുള്ള ഒന്നാണ്, ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു എലമെൻ്റാണ് ബോഡി ഷേമിങ് അല്ലേ. വെച്ചാൽ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ കണ്ട് അയാളെ കളിയാക്കുക എന്നുള്ളതാണ്. അത് എത്രത്തോളം ഇന്ന് സമൂഹം തിരിച്ചറിഞ്ഞു. നമ്മുടെ പണ്ടത്തെ കാലത്തെ സിനിമകളിലൊക്കെ അത് എത്രത്തോളം ഉണ്ടായിരുന്നു ഞാൻ പറയാം. അതെ. അപ്പൊ ഈ ബോഡി ഷേമിങ്ങിന് അതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണൻ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുമ്പോൾ അവിടെ കുബ്ജ സൈരന്ധ്രി എന്ന് പറയുന്ന ഒരു സ്ത്രീ, എന്ന് വെച്ചാൽ കംസന്റെ കുറിക്കൂട്ടുകാരിയാണ്. കളഭം ഉണ്ടാക്കിയിട്ട് കംസന് കൊടുക്കുന്ന ആളാണ്. അവർ വരുന്ന സമയത്ത് ലോകത്തുള്ള ആ മധുരാവാസികൾ മുഴുവൻ ഉറക്ക അവരെ കളിയാക്കി വിളിക്കുന്നത് കൂഞ്ഞു വരുന്നുണ്ടേ എന്നാണ്. ഭഗവാൻ അവരെ നോക്കിയിട്ട് വിളിക്കുന്നത് സുന്ദരി, നിന്റെ കയ്യിലുള്ള കളഭം എനിക്ക് തരുമെന്നാണ് ചോദിക്കുക. വെച്ചാൽ അയാളുടെ അകത്തിരിക്കുന്ന സൗന്ദര്യം എന്തെന്ന് കാണാനുള്ള ഒരു ക്വാളിറ്റി ഭഗവാൻ ഉണ്ടായിരുന്നു. നോക്കൂ, ഒരു ഏറ്റവും മോശമായിട്ടുള്ള ഒരു പീരീഡിലൂടെ ഇപ്പം നോക്കൂ, നേരത്തെ പറഞ്ഞു ഈ 16,008 ഭാര്യമാർ എന്നുള്ളത് അല്ലേ. ഈ നരകാസുരന്റെ കൊട്ടാരത്തിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളെയാണ് ഭഗവാൻ മോചിപ്പിക്കുന്നത്. ഇന്നും നമുക്കറിയാം, ഒരു പ്രത്യേക ജീവിതത്തിൽ എന്തെങ്കിലും ചില അഫെയറിലൂടെയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി തനിക്കിനി ഒരു ജീവിതം ഇല്ല എന്ന് തീരുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ ഏറ്റെടുക്കാൻ മനസ്സ് കാണിക്കുന്ന എത്ര ആൺകുട്ടികൾ ഇന്നുണ്ട്. ഉണ്ടെങ്കിൽ അവർ ഗുരുവായൂരപ്പനാണ്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ജീവിതത്തിലൊരു അബദ്ധം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചു, ആ കുട്ടിയുടെ ജീവിതം അവിടെ തീർന്നു എന്നുള്ളൊരു സമയത്ത് ആ കുട്ടിക്ക് ഒരു ഹോപ്പ് കൊടുത്ത് അയാൾക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് ഒരു പാത കാണിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ഒരു ആൺകുട്ടിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവനിൽ ഭഗവാനുണ്ട് എന്നാണ് ഞാൻ പറയുക. അതൊക്കെ ഭഗവാൻ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന സോക്കോൾഡ് റൊമാൻസിന്റെ ഒക്കെ അപ്പുറത്തുള്ള ഒരു കൃഷ്ണനുണ്ട്. ആ കൃഷ്ണനെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യാസൻജി, നമുക്ക് ഒരാളെ കൂടി ഇങ്ങോട്ട് വിളിച്ചാലോ? തീർച്ചയായിട്ടും. യാസൻജിയുടെ ഈ ക്ഷേത്രത്തിൽ, അതായത് യാസൻജി സോഷ്യൽ മീഡിയയിലേക്ക് സജീവമാകുന്നത് ഈ തിരുനടയിൽ നിന്നാണ്. അന്ന് ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ക്ഷേത്രത്തിന്റെ മേൽശാന്തി ചേട്ടാ അരുണേടൻ. യാസൻജി, നമുക്ക് ഒരാളെ കൂടി വിളിക്കാം. യാസൻജിയുടെ ആനയും അമ്പലത്തിലെ ആദ്യ വീഡിയോയിൽ വന്നിരുന്ന ഈ ക്ഷേത്രത്തിന്റെ മേൽശാന്തി കൂടിയായ ജ്യേഷ്ഠ സഹോദരൻ അരുൺ എമ്പ്രാന്തിരി. ചേട്ടാ വരും. യാസൻജിയുടെ ഈ സോഷ്യൽ മീഡിയയിലെ ഈ യാത്രയിൽ തുടക്കത്തിൽ ആദ്യ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടി. ക്ഷേത്രത്തിന്റെ വിശേഷത്തിൽ തന്നെ തുടങ്ങാം. ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം. പിന്നെ യാസൻജിയുടെ ആദ്യ വീഡിയോയെ പറ്റി ഞങ്ങൾക്ക് കേൾക്കണം. അതെങ്ങനെയായിരുന്നു? അത് ഇപ്പോ ആദ്യ വീഡിയോ കുറിച്ച് ആദ്യം പറയാം. സംഭവം ഏകദേശം ഒരു 2 കൊല്ലമായി. 2 വർഷം മുമ്പാണ് ഇത് ഇവിടെ തന്നെ അമ്പലത്തിന് മുമ്പിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു. എന്താ പറയുക, വ്യാസന്റെ 2 സുഹൃത്തുക്കളും ഇവിടെ വന്നിട്ട് ചെറിയൊരു വീഡിയോ പ്രോഗ്രാം.
അപ്പോൾ ഞാനവിടെ വീട് മുമ്പിൽ തന്നെ വീട്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അമ്പലത്തിനെ കുറിച്ച് ചെറിയൊരു ബൈറ്റ് ഇടാം, പിന്നെ എന്താണ് എന്തെങ്കിലും അമ്പലത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് 1-2 വാക്കുകൾ. അപ്പോൾ പ്രിപ്പയർഡ് ഒന്നല്ല, വന്നു അമ്പലത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു, അമ്പലത്തിൻ്റെ കുറച്ച് എന്താ പറയുക ചെറിയൊരു വീഡിയോ, അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന്ന് തുടങ്ങിയതാണ്. അതിപ്പോൾ ഇത്രയായി നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അറിയില്ല, ആ സമയം അങ്ങനെ സമയം തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ വളരെ അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഇങ്ങനെ ആൾ വരുന്നു, ഒരു വീഡിയോ എടുക്കുന്നു, അതിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ഭാഗമാവുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ അടുത്ത ഇമ്മീഡിയറ്റ് വീഡിയോയിൽ ഈ അമ്പലത്തിനെ കുറിച്ച് പറയുന്ന വീഡിയോസിൽ അത് എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു. വേറെ രസമുള്ളത്, ഞങ്ങളുടെ ആനയമ്പലത്തിൻ്റെ ഒരു ഓഫീസ് പുതുതായിട്ട് തുടങ്ങി. അതിന് ഗണപതി ഹോമത്തിന് അത് ചാനൽ ഇന്റർവ്യൂ നടത്തിയ ആൾ തന്നെ വന്ന് ഗണപതി ഹോമം ചെയ്തു. അരകുറിശി വീട്ടിലെടുത്ത്. ഞങ്ങൾ പാലക്കാട് തുടങ്ങുമ്പോൾ അതെ അതെ. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ അടുത്ത് പറയുകയാണെങ്കിൽ അമ്പലത്തിനെ കുറിച്ച് എന്താ പറയുക, ഞാൻ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെയാണ്, ഇവിടെ തന്നെ മുമ്പിൽ തന്നെ വീട്. ഞാൻ ഈ അമ്പലത്തിൽ ഇപ്പോൾ മേൽശാന്തിയാണ്. എൻ്റെ മുത്തച്ഛനായിരുന്നു ഈ അമ്പലം പണ്ട് ശാന്തിയായിട്ട് എടുത്ത്, ഒരു 60s. പിന്നെ അച്ഛനായിരുന്നു കുറേ കാലം, ഒരു 10-35 കൊല്ലം. അതിന് ശേഷം ഞാൻ ജോലിയായിട്ട് പുറത്തായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. പിന്നെ അത് ഒരു 10-15 കൊല്ലം പുറത്തായി. പിന്നെ തിരിച്ചു വന്ന് നാട്ടിൽ വന്ന് സെറ്റിലായി. അപ്പോൾ അങ്ങനെ വീണ്ടും ഇതേപോലെ വ്യാസന ഒരു ചാൻസ് കിട്ടിയ പോലെ എനിക്ക് ഞാൻ അപ്രതീക്ഷ, ഞാനങ്ങനെ എന്താ പറയുക പൂജ കഴിച്ചും ഫാമിലിയാണ്, എല്ലാവരും പൂജ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അപ്രതീക്ഷിതമായിട്ടൊരു ചാൻസ് വന്നു അമ്പലത്തിൽ പൂജ കഴിക്കാൻ. നമ്മുടെ മുമ്പിലുള്ള അമ്പലമാണ്, അത്രയും പ്രശസ്തമായ അമ്പലമാണ്, നമുക്കെല്ലാ സൗകര്യമുണ്ട്, നമുക്കെല്ലാ അഭിവൃദ്ധിയും കാര്യങ്ങളും തന്നതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ അമ്പലം. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, അമ്പലം ഏറ്റെടുത്ത് ഇപ്പോൾ മേൽശാന്തിയാണ്. ഇപ്പോൾ എന്താ പറയുക, അമ്പലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ചെറുപ്പം മുതലുള്ള കഥകളുണ്ടാവും. കാരണം ഞാൻ 6 മാസമാകുമ്പോൾ എനിക്ക് 44 വയസ്സായി. 6 മാസമാകുമ്പോൾ ഇവിടെ വന്നതാണ്. അപ്പോൾ ഈ അമ്പലത്തിലാണ് എല്ലാ കാര്യങ്ങളും, മുട്ടുകുത്തി നടന്നത് മുതൽ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റേജ് വരെയുള്ള ഈ അമ്പലമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. 32 വയസ്സ്. ഈ സെപ്റ്റംബർ 15 ശ്രീകൃഷ്ണൻ എൻ്റെ പിറ്റേ ദിവസം എൻ്റെ പിറന്നാളാണ്. അപ്പോൾ അങ്ങനെ അമ്പലമായിട്ട് എന്തായത് ഒരു അമ്പലമായിട്ടുള്ള ബന്ധമല്ല, നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വേറെ ഒരു സ്ഥാപനത്തിൽ ഒരു ശാന്തി ചെയ്യുന്ന പോലെ, ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ ശാന്തി ചെയ്യണ പല സ്ഥലത്തും എന്താ പറയുക മേൽശാന്തിയായിട്ടോ അല്ലെങ്കിൽ ശാന്തിയായിട്ടോ വന്നിട്ട് അവിടെ ജോലി ചെയ്ത് ചിലപ്പോൾ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോവുക. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഞാനിവിടെ ഉണ്ട്, ഇത് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത് മാറിക്കഴിഞ്ഞാലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഇനി വേറെ സ്ഥലത്ത് പോകാനോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അമ്പലത്തിൽ ശാന്തിയായിട്ട് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ കാര്യം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല അഞ്ജനശില ആണ്, നല്ല കറുകറുത്ത വിഗ്രഹമാണ്. ഒരു കയ്യിൽ പാർത്ഥസാരഥി രൂപം, ഒരു കയ്യിൽ വലത്തെ കയ്യിൽ ചമ്മട്ടി, ഈ കയ്യിൽ ശംഖ്. അത് ഗീതോപദേശ സമയത്തെ രൂപം, അതാണ് വിഗ്രഹത്തിൻ്റെ രൂപം. കല്ല് വളരെ എന്താ പറയുക ഭംഗിയുള്ള ഒരു വിഗ്രഹം, വളരെ ഭംഗിയുള്ള വിഗ്രഹമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല കറുത്ത വിഗ്രഹം. ഇപ്പോൾ നമ്മൾ വാകച്ചാർത്ത് കഴിഞ്ഞാലേ എണ്ണയൊക്കെ തേച്ച് വാകചാർത്തി അഭിഷേകം അതൊക്കെ ആ സമയത്ത് നമുക്കത് വളരെ കൃത്യമായിട്ട് കാണാം. നല്ല ഹൈലൈറ്റ് ചെയ്ത് നല്ല കറുകറുത്ത വിഗ്രഹമാണ്. നമുക്കിപ്പോൾ അത്രയും നല്ല കറുപ്പുള്ള വിഗ്രഹമാണ്. അപ്പോൾ നമുക്ക് അത്രയും കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. കറുപ്പിനെ ഒരു അട്രാക്ഷൻ ഉണ്ട്. ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒന്നാമത് വിഗ്രഹം ഭയങ്കര ഭംഗിയാണ്, തിരുവേനി പറഞ്ഞു. അതല്ലാതെ നമുക്കിവിടെ എനിക്ക് തോന്നുന്നില്ല ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടോയെന്ന്. ഞാൻ പോയ സ്ഥലങ്ങളൊന്നും അങ്ങനെ എല്ലാ ദിവസവും കണ്ടില്ല. ഇവിടെ എല്ലാ ദിവസവും തിരുമുഖം ചന്ദനം ചാർത്തും, എല്ലാ ദിവസവും ചാർത്തും. അത് ചില ആൾക്കാരൊക്കെ ചാർത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഭംഗി നമ്മൾ പറയില്ല. അതേപോലെ ഇവിടെ ചന്ദനം അറിയാനാണ് എല്ലാ ദിവസവും ചാർത്തുന്നത്, ഭഗവാനെ കാണാൻ അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഭംഗിയാണ്. ഇപ്പോൾ ഗുരുവായൂരൊക്കെ ഉച്ചപൂജയ്ക്കാണ് നമ്മൾ മുഴുക്കാർപ്പായിട്ട് ചാർത്തുമല്ലോ, അലങ്കാരങ്ങൾ ചാർത്തും. ഇവിടെ നമുക്ക് എല്ലാ ദിവസവും തിരുമുഖം എല്ലാ ദിവസവും ഇവിടെ ചാർത്തും. അത് ഈ ക്ഷേത്രങ്ങളിൽ ചില ശാന്തി ചെയ്യുന്ന ആളുകൾ ചാർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ദീപു തിരുമേനി ഉണ്ടായിരുന്നു, നമ്മുടെയൊക്കെ പ്രായമാണ്. അപ്പോൾ അദ്ദേഹം ചാർത്തുന്നൊരു പ്രത്യേക ഭംഗിയാണ്. അതേപോലെ നമ്മുടെ ചാർത്തി കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ആ ഭഗവാനെ നോക്കുമ്പോൾ തന്നെ
നമ്മുടെ കുറെ വിഷമങ്ങളൊക്കെ ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ മാറും. ഞങ്ങളുടെ അവിടെ ഭഗവതിയാണ്. ഭഗവതി സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നത്. ദീപു, ഞങ്ങളുടെ ദീപു എന്നാ വിളിക്കുക, ദീപു തിരുമേനി അത് ചാർത്തുന്നത് കാണാൻ തന്നെ ഒരു അഴകാ. സമയമെടുത്ത് ആസ്വദിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ചാർത്തി കാണാൻ പ്രത്യേകിച്ച് ഭംഗിയെന്ന് ഞാൻ നേടിയിരുന്നുള്ളൂ. അതിൻ്റെ ഇതിൽ ബേസിക്കലി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ചിരിച്ച മുഖങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആര് പ്ലസൻ്റ് ആയിരിക്കണോ ആ പ്ലസൻ്റായിട്ട് നമ്മൾ ആരോട് സംസാരിക്കണോ അപ്പോൾ നമുക്ക് അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് മുഖം ചാർത്തി കഴിഞ്ഞാൽ പരമാവധി ചിരിച്ച് നമ്മളെ നോക്കി ചിരിക്കണ പോലെ രൂപത്തിലാക്കാൻ ഉള്ള ശ്രമം നടത്തി വിജയിച്ചാൽ ആൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതായത് അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ചിരിക്കണ മുഖങ്ങളാണ് ഇഷ്ടം. നമുക്ക് മുഖം കടുപ്പിച്ച അപ്പോൾ അങ്ങനെ നമുക്ക് ശരിക്കും പാർത്ഥസാരഥി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുറച്ച് ദേഷ്യത്തിലിരിക്കുന്ന ഒരാളാണ്. അതായത് അർജുനെ കുറച്ച് ശകാരിക്കുന്ന രൂപത്തിലിരിക്കുന്ന ആളാണ്. എന്നിട്ടും അപ്പോൾ നമ്മളതിനെ ചിരിപ്പിച്ച് ഒന്ന് ഭാവം മാറ്റി ഒന്ന് ചിരിപ്പിച്ച് വയ്ക്കാണ് കൃഷ്ണനാണല്ലോ. അപ്പോൾ ആ ഒരു രൂപം ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടമാണ്. ഇവിടെ ആണെങ്കിലും ഇപ്പം എന്നെ വെച്ചാൽ അറിയാം, ഇവിടെ വഴിപാട് കഴിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ കൃഷ്ണൻ എന്ന് പറയാറില്ല. ഇവിടെ എല്ലാവരും ഗുരുവായൂരപ്പന് എന്നാണ് പറയുക. എന്നുവെച്ചാൽ ഇവിടെ കൃഷ്ണൻ എന്നൊരു കൺസെപ്റ്റേ ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും തിരുമുടിമാല ഗുരുവായൂരപ്പന്, പാൽപ്പായസം ഗുരുവായൂരപ്പന്, എഴുതുമ്പോൾ ഗുരുവായൂരപ്പന് പാൽപ്പായസം എന്നാണ് ഇവിടെ എഴുതുക. അല്ലാതെ പാർത്ഥസാരഥിക്ക് പാൽപ്പായസം എന്നോ കൃഷ്ണന് പാൽപ്പായസം എന്നോ ഇവിടെ എഴുതുക. ഇവിടെ ഇരിക്കുന്നത് ഗുരുവായൂരപ്പനാണ് എന്നുള്ള ഉത്തമമായിട്ടുള്ള വിശ്വാസമാണ് ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഗുരുവായൂർ ഏകാദശിയാണ്. അതുകൊണ്ടാണ് അത് ഗുരുവായൂരായിട്ടുള്ള വളരെയധികം കണക്റ്റാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂർ പാതി ഗോവിന്ദപുരം എന്നാണ്. അപ്പം ഇവിടെ അലങ്കാരം ഇപ്പോൾ അഷ്ടമിരോഹിണിക്കും അതിനായിട്ട് അലങ്കാരം ചെയ്യും, ഞങ്ങളൊന്നും തൊഴും. ഒരു നട തുറന്നിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അഷ്ടമി രോഹിണി ആശംസകൾ. ഗുരുവായൂർ പാതി ഗോവിന്ദപുരത്ത് നിന്ന് തന്നെ ചെയ്യാൻ സാധിച്ചത്, വ്യാസനോടൊപ്പം അരുണനോടൊപ്പം ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷം. താങ്ക് യു.